സാമയികമായിരിക്കുന്നു. ഭഗവാന്റെ ഉള്ളിലാണ് സൃഷ്ടികർമ്മം നടക്കുന്നത്. ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. വാ. അപ്പോഴിപ്പം നിൽക്കുന്നത് നമ്മുടെ രാംദാസ് തിയേറ്ററിൽ കേട്ടോ. അപ്പോൾ തൃശ്ശൂർ രാംദാസിലാണ്. ഗംഭീര മഴയാണ് തൃശ്ശൂർ. എങ്കിലും കൂടിയിട്ട് പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൽക്കി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ തിയേറ്റർ റെസ്പോൺസും റിവ്യൂസൊക്കെ വരുന്നത് ഭയങ്കര പോസിറ്റീവ് അഭിപ്രായമാണ് കേട്ടോ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ ഞാൻ കയറുകയാണ്. ഈ ഒരു ഷോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നമ്മളിടും. പറ്റുകയാണെങ്കിൽ നമുക്ക് തിയേറ്റർ റെസ്പോൺസും കൂടി നമ്മുടെ വീഡിയോയിലൂടെ ചെയ്ത് കാണിച്ചു തരാം. പ്രഭാസ് എന്ന നായകനെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമായത് ബാഹുബലി എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സിനിമയിലൂടെ തന്നെയാണ്. ബാഹുബലി 1ഉം ബാഹുബലി 2നും ശേഷമാണ് പ്രഭാസ് എന്ന നായകൻ മലയാളികളുടെ മനസ്സിൽ വലിയൊരു നായകനായി മാറിയത്. അതിനുശേഷം പ്രഭാസ് നായകനായി എത്തിയ എല്ലാ സിനിമകളും അത്രമാത്രം നല്ലൊരു അഭിപ്രായവും നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. ജൂൺ 27-നാണ് സിനിമ വേൾഡ് വൈഡായിട്ട് റിലീസിനെത്തുന്നത്. ഈ ഒരു സിനിമയിലും പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് പ്രഭാസ് നൽകിയിരിക്കുന്നത്. ട്രെയിലറിൽ നമുക്കത് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടി. ഒപ്പം തന്നെ ദുൽഖർ സൽമാനും കൂടി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മലയാളികൾക്ക് കാത്തിരിക്കാൻ ഈ ഒരു സിനിമയ്ക്ക് ഇനി മറ്റൊരു ഇൻട്രൊഡക്ഷൻ മറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ പ്രഭാസിൻ്റെ ഏറ്റവും പുതിയ സിനിമ കൽക്കി കാണാൻ മക്കളെ ഗംഭീര തിരക്കാണ് കേട്ടോ. രാംദാസ് തിയേറ്ററിലൊക്കെ മഴയായിട്ടും മഞ്ഞായ തിരക്കാണ്. രാംദാസിൽ ഗംഭീര തിരക്കാണ് കേട്ടോ. മഴയായിട്ടും കൽക്കി സിനിമ ഇനി ഇവിടെ അങ്ങോട്ട് ശനി ഞായറുകളൊക്കെ തീർച്ചയായിട്ടും ടിക്കറ്റ് ഉണ്ടായിരിക്കില്ല. അത്ര ഫുള്ളായിരിക്കും കൽക്കി. പ്രഭാസിൻ്റെ ഒരു സിനിമ നല്ല അഭിപ്രായം വന്നാൽ തിയേറ്റർ പൂരപ്പറമ്പ്.